വിട്ടിടുവേ അണ്ണ അത് പണിഷ്മെന്റ് ചെയ്യട്ടെ. ഹലോ മൈക്ക് ടെസ്റ്റിംഗ്. ഹലോ ഹലോ നല്ലവരായ സുഹൃത്തുക്കളെ, അല്പനാളത്തെ ഇടവേളയ്ക്ക് ശേഷം വിക്ടറി കാർണിവലിലേക്ക് മടങ്ങിയെത്തിയ നിങ്ങളുടെ ഏവരുടെയും രോമാഞ്ച കഞ്ചുകമായ മണികണ്ഠൻ ഇന്ന് ഈ സ്റ്റേജിൽ ചിരങ്കേറിയുകയാണ്. നയന മനോഹരിയായ കനകത്തിനോടൊപ്പം എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങളേവരും അക്ഷമരായിരിക്കണം. ഫസ്റ്റ് ഐറ്റം ചൊളിക്കപ്പിച്ചപ്പിച്ചായി ഉടനെ ആരംഭിക്കുന്നതാണ്. സൂപ്പർ. എന്നാ റെഡി. സ്റ്റേജിലൊക്കെ പോയിക്കോ. അയ്യോ എനിക്കറിയില്ല. ഇന്നലെ ആടറിയാ, ഇന്നറിയില്ല. എനിക്കറിയില്ല എന്ന് പറഞ്ഞില്ലേ? ஐயோ நீங்க வாங்க தொடங்கிடுங்க. என்ன வேணும்? ഹലോ 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 ഹലോ. ചീഫ് മിനിസ്റ്റർ കണക്ട് ചെയ്യൂ. ചീഫ് മിനിസ്റ്ററാ? പുരட்சி தலைவி ஜெயலலிதா அம்மாவையா? எக்ஸ்கியூஸ் மீ, ஸ்தலம் ஏதா? தக்கல, தமிழ்நாடு. ஓ மை காட். ஆமா தங்கச்சி, உனக்கு என்ன வேணும்? நீ எங்க இருந்து வர்ற சொல்லு. Believe me, I am the Home Minister of Kerala. Home Minister of Kerala. ஏ மாரிமுத்து, இங்க வந்து பாருடா Home Minister of Keralaவே. Please help me. Help me please. மன்னிச்சிருங்க சார், இவர் 2 நாளா ஹோம் மினிஸ்டர் சொல்லிட்டே இருக்கு. இவன் டான்ஸ் குரூப்ல மெயின் டான்சர் மணிகண்டன் சார். அப்படியா? அம்பளையா? ஆமா, இதெல்லாம் ஒரு செட்டப் சார். பார்த்தா அழகா இருக்கு. Believe me, I am the Home Minister of Kerala. பேசக்கூட கொண்டுடுவேன். டேய் கூட போடா. துட்டு வாங்கலையா? போய் ஆடு. போடா போடா. I am the home. Please leave me. ரொம்ப நன்றி சார். போடை வந்து கவனிக்கிறேன். காசு வாங்கிட்டு வேலை செய்ய தெரியாது. ஹோம் மினிஸ்டரா? பைத்தியக்கார கேஸ். 150 100 ആയിക്ക്. സത്യാഗ്രഹം ചെയ്ത്
ഇതെപ്പോഴാ തുടങ്ങിയേ? ഇതിനു മുമ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല തിരുമേനി. പെട്ടെന്നായിരുന്നു ഒരു മാറ്റം. മന്ത്രിയാണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. സ്റ്റേജിൽ കയറാനാണെങ്കിൽ ഭയങ്കര മടി. ഇപ്പൊ പണ്ടത്തെ പോലെ ഡാൻസും ചെയ്യുന്നില്ല. ഒരു മറവി. ആ, താൻ മറ്റൊരാളാണെന്ന് തോന്നുക. അഷ്ടാംഗ ഹൃദയത്തിൽ ഈ മനോരോഗ ലക്ഷണത്തെ പറ്റി പരാമർശമുണ്ട്. പരകായ ചിന്തയും വിസ്മൃതിയും. ആ, ഇവിടെ തന്നെ പലരും വന്നിട്ടുണ്ട്. ഇന്ത്യൻ പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞൊരുത്തൻ, ശേഷനാണെന്നും പറഞ്ഞ് മറ്റൊരുത്തൻ, ജഡ്ജി ആണെന്നും പറഞ്ഞ് വേറൊരുത്തൻ. അവൻ ശരിക്കും ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാ. കണ്ടോ? ചലോ മരുന്നായില്ലേ? അയ്യോ എന്നയ്യാ ഇത് മുളകാവാ. അയ്യോ വേണയ്യാ. അണ്ണാ ഭയപ്പെടാനൊന്നുമില്ല. രോഗം ഭേദാവണ്ടേ? കരണ്ടടിപ്പിക്കുന്നതിന് പകരം ഞങ്ങളുടെ ഒരു പ്രയോഗം അത്. കാന്താരി നയനലേപം. കാന്താരി നയനലേപം ആയിക്കോട്ടെ, രണ്ടുപേരിലായിക്കോട്ടെ. ഏതായി കുരങ്ങൻ? நம்மளுதான். അച്ഛന് വേണമില്ല. ஐயோ அண்ணா சொல்லுங்க அண்ணா சொல்லுங்க. സാറേ ഫോൺ. പെട്ടെന്ന് കാര്യം സാധിക്കണം. എയർപോർട്ടിന് ടെൻഡർ നമുക്ക് തന്നെ ഉറപ്പിക്കണം. അറ്റ് എനി കോസ്റ്റ് 1500 കോടി രൂപയാണ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ആയി അലോട്ട് ചെയ്തിരിക്കുന്നത്. ആ ജോലി മുടക്കണമെങ്കിൽ കരാർ നമ്മുടെ ആൾക്ക് തന്നെ ലഭിക്കണം. അത് ശരിയാക്കാം. ഓക്കെ ഓക്കെ. വെള്ളം കൂടെ ചേർക്കാതാണ് വിഴുങ്ങുന്നത്. ഒന്ന് പോ സാറേ, ഞാനിത് ആദ്യമായിട്ടാണ്. അതാ കടയിലോട്ട് വെക്ക്. യെസ്, ഇവിടെ Thank you sir. എന്താ മിസ്റ്റർ നമ്പ്യാർ ഫയൽ തിരിച്ചു I കൊടുക്കുന്നു? have to clear some doubts sir. നീ എന്നെ ഇംഗ്ലീഷിലെ പേജ് വരട്ടെ പാക്രിയേ. തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി സംസാരിച്ച് ഫോൺ ഇപ്പൊ താഴെ വെച്ചതേ ഉള്ളൂ. അതായി തമിഴ് പേച്ച്. സർ, പട്ടയത്തിന്റെ ഈ ഫയലുകൾ മിസ്റ്റല്ല, മരിച്ചുപോയ മാധവന്റെ പോസ്റ്റിൽ വേറൊരാളെ നിയമിക്കുന്നവരെ നിങ്ങൾ തന്നെ നോക്കണം. സ്പെഷ്യൽ തഹസിൽദാർ എന്ന നിലയിൽ മിസ്റ്റർ നമ്പ്യാർ നിങ്ങളെ സഹായിക്കും. മരിച്ചുപോയ മാധവന് വളരെ വിശ്വസ്തനായിരുന്നു ഇദ്ദേഹം. സാർ, ഇവിടെ ഒന്ന് സൈൻ ചെയ്യണം. കൈക്ക് വരക്ക് പറ്റിയത് കൊണ്ട് ഒപ്പിടാൻ വിഷമുണ്ടല്ലേ? വലിയ പ്രയാസം. പരോളിന് റെക്കമെൻഡ് ചെയ്തവരെ പറ്റി ഹോം സെക്രട്ടറി സംശയം പറഞ്ഞിരുന്നു. 17 കോടി രൂപയുടെ വെള്ളിയാണ് അവരിൽ നിന്ന് പിടിച്ചെടുത്തത്. രാജ്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഭീകരന്മാരാണവർ. ഭീകരന്മാരോ? ഏത് ഭീകരന്മാർ? എവിടുത്തെ ഭീകരന്മാരാ? ഞാൻ അപ്പോഴേ പറഞ്ഞ അവരെ പരോൾ വിടരുതെന്ന്. അപ്പോ സാറ് ദേഷ്യപ്പെട്ട് എന്നോട് പറഞ്ഞത് പറയട്ടെ സാർ. പറഞ്ഞോ. കൂട്ടക്കൊല നടത്തിയ ചമ്പക്കാടിലെ കൊള്ളക്കാരെ പോലും മാപ്പ് കൊടുത്തു വിടുന്നു. അതിൽ കൂടുതലൊന്നുമല്ലല്ലോ ഈ പരോളെന്ന്. സർ, ഓക്കെ, ഞാൻ പഠിപ്പിച്ചതുപോലെ തന്നെയാണല്ലോ ഒപ്പിട്ടത്. അതെ അതെ, ഒരു വ്യത്യാസമില്ല. ആരെയും വിടണ്ട. പ്രോഗ്രാം എല്ലാം ക്യാൻസൽ ചെയ്തോളൂ. അദ്ദേഹം വീട്ടിലേക്ക് പോവാണ്. ശരീരത്തിന് തീരെ സുഖമില്ല. എനിക്കൊരു അസുഖമില്ലെന്ന്. നമുക്ക് വീട്ടിലേക്ക് പോവാം. നമുക്ക് സ്റ്റെല്ലയുടെ വീട്ടിൽ പോവാം. നോൺസെൻസ്. മുമ്പൊക്കെ ഏട്ടൻ എവിടെ പോകുമ്പോഴും അമ്മയോട് യാത്ര പറഞ്ഞേ പോവൂ. എന്നോട് സ്നേഹമായിട്ടാ പെരുമാറുക. ഇപ്പൊ നേരെ കണ്ടാലും മാറിക്കളയും. അതാ സഹിക്കാൻ പറ്റാത്തത്. താൻ ഇങ്ങനെ ഒരു തൊട്ടാവാടിയായല്ലോ. എന്റെ പ്രയാസം ദേവേട്ടൻ അറിയില്ല. നന്നായി അറിയാം. നമ്മുടെ കാര്യം ഗൗരവമായി തന്നെ ഏട്ടനോട് പറയാനിരുന്നതാണ് ഞാൻ. പക്ഷെ നിന്റെ ഏട്ടനെ ഒന്ന് ഫ്രീ ആയി കിട്ടണ്ടേ സംസാരിക്കാൻ? എന്തായാലും ഞാനും അമ്മയും നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഇനി ഇവിടെ കഴിയാൻ ഞങ്ങൾക്കാവില്ല. ഏട്ടൻ സമ്മതിച്ചോ? സമ്മതിക്കും. ഏട്ടന്റെ ഇപ്പോഴത്തെ പെരുമാറ്റം കാണുമ്പോ എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. ദേവേട്ട, എനിക്ക് ആരുമില്ലാതായി പോകുന്നൊരു പേടി. ഹേയ്, അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാ. എന്തായാലും പെട്ടെന്ന് എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. ഞാൻ നിന്റെ ഏട്ടനോടൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം ബാക്കി കാര്യങ്ങൾ. ദേവാ, എന്നെ മനസ്സിലായോ? എന്താ സാർ അങ്ങനെ ചോദിക്കുന്നത്? എനിക്ക് സാറിനെ മറക്കാൻ പറ്റുമോ? ആ, കണ്ടത് നന്നായി. ഞാൻ തന്നെ അന്വേഷിച്ചിറങ്ങിയതാ. ഹോം മിനിസ്റ്ററുമായിട്ട് ദേവന് നല്ല അടുപ്പമല്ലേ? എനിക്ക് വേണ്ടി ഒരു കാര്യം പറയണം. ഒരു സഹായമാണ് ചോദിക്കുന്നത്. എന്താ സാർ കാര്യം? എന്റെ മകൻ SI സെലക്ഷൻ കിട്ടിയിട്ട് 1 വർഷം ആകാറായി.
റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 1 വർഷമാണെന്ന് അറിയാവല്ലോ. ഇപ്പൊ നിയമനം കിട്ടണമെങ്കിൽ 5 ലക്ഷമാണ് ചോദിക്കുന്നേ. ആര് ചോദിക്കുന്നത്? മന്ത്രിയുടെ ആളുകൾ തന്നെ. ഒരിക്കലുമില്ല സർ. സാറിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. വേണുവേട്ടൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. വേണുവേട്ടൻ സാറിന്റെ സ്റ്റുഡന്റ് ആയിരുന്നല്ലോ. ഒന്ന് നേരിട്ട് പോയി കാണുന്നതല്ലേ നല്ലത്. പോയിരുന്നു കുട്ടി, പക്ഷേ പരിചയം പോലും നടിച്ചില്ല. ഒരുപക്ഷെ മറന്നതാവും. നോക്കൂ, ദേവൻ എന്നെ ഒന്ന് സഹായിക്കണം. ഇല്ലെങ്കിൽ ഒരു കുടുംബം തകർന്നു പോവും കുട്ടി. സാർ, ഈ പണം തന്നവരെയൊക്കെ SI പോസ്റ്റ് ചെയ്യില്ലേ സർ? ഇല്ലെങ്കിൽ പിരിച്ച് എന്നെ അവന്മാർ പൊറപ്പിക്കില്ല. താൻ പേടിക്കണ്ടോ, ഇവറ്റക്കെല്ലാം പോസ്റ്റിംഗ് കിട്ടും. സാറിനെ സമ്മതിച്ചിരിക്കുന്നു. മിനിസ്റ്റർ എന്തായാലും ഈ വഴിക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞല്ലോ. താൻ എനിക്ക് സർട്ടിഫിക്കറ്റ് തരാതെ ബാക്കിയുള്ളത് കൂടി കളക്ട് ചെയ്യും. സർ, എന്താ ഇത് കൊച്ചുകുട്ടികളെ പോലെ? അടിസ്